ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സ്നേഹസമ്പന്നയും ദയയും നിറഞ്ഞ സ്ത്രീകളിൽ ഒരാൾ. 4 വയസ്സുള്ള മകനെപ്പോലെ 167 നായ്ക്കളെയും പരിപാലിച്ചിരുന്ന ഒരു വീട്ടമ്മ. തൃശ്ശൂർ വാടാനപ്പള്ളിയിലെ സുനിതയെക്കുറിച്ച് നടി പാർവതി തിരോത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണിത്. ബംഗളൂരുവിലെ തൊഴിലിടത്ത് വെച്ച് ലൈംഗിക അതിക്രമം ചെറുക്കുന്നതിനിടെ കൊല്ലപ്പെട്ട സുനിത പാർവതിയെപ്പോലെ പലർക്കും സുപരിചിതയാണ്. തെരുവ് നായ്ക്കളെ ഓമനിച്ച് വളർത്തിയിരുന്ന ഒരു മൃഗസ്നേഹി. മിണ്ടാപ്രാണികളോട് ഏറെ കരുതലും സ്നേഹവും കാട്ടിയിരുന്ന സാധാരണ വീട്ടമ്മ. തൃശ്ശൂരിൽ നിന്ന് ജോലി തേടി ബംഗളൂരുവിലെത്തിയപ്പോഴാണ് സുനിതയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായത്. ഇവരുടെ മരണവും കാരണവർ വധക്കേസ് പ്രതി ഷെറിനെതിരായ വെളിപ്പെടുത്തലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ വാർത്തയാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. ബംഗളൂരുവിൽ ക്രൂരമായ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട തൃശ്ശൂർ സ്വദേശിനി സുനിത വെറുമൊരു ഇരയല്ല, മറിച്ച് അധികാര കേന്ദ്രങ്ങളെ വിറപ്പിച്ച സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് വേട്ടയാടപ്പെട്ടൊരു സ്ത്രീയാണ്. കേരളത്തെ നടുക്കിയ ഭാസ്കരക്കാരനവർ വധക്കേസിലെ പ്രതി ഷെറിന് ജയിലിൽ വഴിവിട്ട് സൗകര്യങ്ങൾ ലഭിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയതോടെയാണ് സുനിതയെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത്. പിന്നീട് ജീവിക്കാനായി ബംഗളൂരുവിലെ തെരുവുനായ ഷെൽട്ടറിൽ ജോലി. അവിടെ വെച്ച് ക്രൂരമായ മർദ്ദനവും മരണവും. സുനിതയുടെ കൊലപാതകവും ഷെറിനെതിരായ വെളിപ്പെടുത്തലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രതി ദീപക് കൃഷ്ണൻ പിടിയിലായതോടെ കേസിൽ സത്യങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനി സുനിതയെ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് തിരഞ്ഞുകൊണ്ടിരുന്ന പ്രതി ദീപക് കൃഷ്ണൻ കന്യാകുമാരിയിൽ നിന്നാണ് പിടിയിലായത്. കൊല്ലം സ്വദേശിയായ ദീപക് ബംഗളൂരുവിൽ തെരുവുനായ്ക്കളെ സംരക്ഷിക്കുന്ന ഷെൽട്ടർ ഹോം നടത്തിവരികയായിരുന്നു. ബംഗളൂരുവിലെ നായവളർത്തൽ കേന്ദ്രത്തിന് സമീപത്തെ ചെറിയ വീട്ടിൽ 16 നായ്ക്കളാണ് ഉണ്ടായിരുന്നത്. സുനിതയ്ക്കൊപ്പം ബന്ധുവായ പെൺകുട്ടിയും ചന്ദ്രാപ്പിന്നി സ്വദേശിനിയായ യുവതിയും ജോലിക്ക് പോയിരുന്നു. ദീപക് മോശമായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ ജോലി മതിയാക്കുകയാണെന്ന് ഇവർ അറിയിച്ചു. ഇതോടെയാണ് ദേഹോപദ്രവത്തിന്റെ തുടക്കം. നാട്ടിലേക്ക് മടങ്ങുകയാണെന്ന വിവരം മെയ് 3 വൈകിട്ട് ഇവർ ദീപകിനെ അറിയിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചു. സുനിത അബോധാവസ്ഥയിലായപ്പോൾ മറ്റ് 2 പെൺകുട്ടികൾക്കൊപ്പം വീട്ടിൽ പൂട്ടിയിട്ട് ദീപക് പുറത്തേക്ക് പോയി. ഇവർ പോലീസിനെ അറിയിച്ചപ്പോൾ 2 പോലീസുകാർ അന്വേഷിച്ചെത്തി പൂട്ട് തകർത്ത് അകത്ത് കയറി സുനിതയെ ആശുപത്രിയിലാക്കി. വിവരമറിഞ്ഞ് ഭർത്താവ് ഷിൻഡോ ബംഗളൂരുവിലെത്തി ഭാര്യ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ദീപക് കൃഷ്ണ കൊടും ക്രിമിനലും തട്ടിപ്പുകാരനുമെന്നാണ് വിവരം. 2017 ദുബായിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ശേഷം ദീപക് വ്യാജ പാസ്പോർട്ടിൽ ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചു. കൊച്ചി പൊന്നുരുതിയിലുള്ള വെറ്ററിനറി ആശുപത്രിയിൽ അതിക്രമം നടത്തിയതിനും 500 രൂപ നോട്ടുകൾ കീറിയെറിഞ്ഞതിനും ദീപകിനെതിരെ കേസുകളുണ്ട്. ഇതിന് പുറമെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും കേസുണ്ട്. IT മേഖലയിൽ ജോലി ചെയ്തിരുന്ന കൊല്ലം സ്വദേശിയായ ദീപക് 2011 ദുബായിൽ തട്ടിപ്പുകൾക്ക് തുടക്കമിട്ടത്. കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മരുമകനാണെന്ന് പറഞ്ഞ് ഇരകളുടെ വിശ്വാസം ആർജിച്ചു. ഒട്ടേറെ പേരിൽ നിന്ന് നിക്ഷേപവും വാങ്ങി. എന്നാൽ 3 വർഷത്തിന് ശേഷം ബിസിനസ് ലാഭകരമല്ലെന്ന വാദവുമായി എത്തി. നിക്ഷേപം 3 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കുമെന്നും വാഗ്ദാനം നൽകി. എന്നാൽ ഇരകളുടെ അന്വേഷണത്തിൽ ദീപകിന്റെ പേരിൽ കമ്പനിയില്ലെന്ന് വ്യക്തമായതോടെ കേസായി. 4 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടു. 6 മാസം ജയിലിൽ കിടന്ന ശേഷം പുറത്തിറങ്ങി. 2017 വ്യാജ പാസ്പോർട്ടിൽ കേരളത്തിലേക്ക് കടന്നു. കൊച്ചിയിൽ തെരുവ് നായ്ക്കളുടെ സംരക്ഷകനായി വിലസുന്നതിനിടെ ഒട്ടേറെ സ്ത്രീകളുടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണവും പലരും സമൂഹ മാധ്യമങ്ങളോട് ഉന്നയിക്കുന്നുണ്ട്. ഭാസ്കരക്കാരനവർ വധക്കേസിലെ പ്രതി ഷെറിന് ജയിൽ ഉദ്യോഗസ്ഥരുമായി ഉണ്ടായിരുന്ന അവിഹിത ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് സുനിതയാണ്. ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ വിവരാവകാശ രേഖകൾ സഹിതം സുനിത പോരാട്ടം നടത്തി. വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തനിക്കെതിരെ പോലീസ് പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിച്ചുവെന്ന് സുനിത ആരോപിച്ചിരുന്നു. ലഹരിമരുന്ന് കേസിലും ഗുണ്ടാബന്ധം ആരോപിച്ചും പോലീസ് തന്നെ നിരന്തരം വേട്ടയാടുകയാണെന്നും സദാസമയവും നിരീക്ഷണത്തിലാണെന്നും അവർ സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബംഗളൂരുവിലെ അവരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ശക്തമാകുന്നത്. സുനിതയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ
വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായും തകർക്കുന്ന അതിക്രൂരവും നികൃഷ്ടവുമായ രീതിയാണ് ആസിഡ് ആക്രമണം. ഇത് കേവലം ശാരീരികമായ പരുക്കല്ല, മറിച്ച് ഇരയുടെ ആത്മാഭിമാനത്തിനും അന്തസ്സിനും നേരെയുള്ള കടന്നുകയറ്റമാണ്. വിവാഹ അഭ്യർത്ഥനയോ പ്രണയമോ നിരസിക്കുന്ന സ്ത്രീകളോട് ഇങ്ങനെ പ്രതികാരം ചെയ്യുന്ന സംഭവങ്ങൾ ഏറെ കേട്ടിട്ടുണ്ടല്ലേ? എന്നാൽ 5 വർഷം മുൻപ് കൊല്ലത്ത് ഭാര്യയെയും മകളെയും ആസിഡൊഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു യുവാവിൻ്റെ ക്രൂരത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 2021 നടന്ന വധശ്രമ കേസിൽ പ്രതിക്ക് കോടതി 31 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇരുപുരം സ്വദേശി ജയൻ 1,50,000 രൂപ പിഴയടയ്ക്കണമെന്ന് കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. ഭാര്യയോടുള്ള സംശയമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഭാര്യ ജോലി ചെയ്തിരുന്ന കൂട്ടിക്കട അമ്മാച്ചൻ മുക്ക് പ്രദേശത്തെ ലോട്ടറി കടയിലെത്തിയ ജയൻ ആദ്യം ഭാര്യയെ മർദ്ദിക്കുകയായിരുന്നു. അതിനു പിന്നാലെ രാത്രിയോടെ റബ്ബർ ഷീറ്റ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡുമായി വീട്ടിലെത്തി ഭാര്യയുടെയും മകളുടെയും ശരീരത്തിലേക്ക് ആസിഡ് ഒഴിച്ച ശേഷം കടന്നു കളഞ്ഞതായാണ് കേസ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ജയനെ ഇരുവരും പോലീസ് പിടികൂടിയെങ്കിലും പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി മുങ്ങുകയും ചെയ്തു. തുടർന്നാണ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചത്. കോട്ടയത്ത് നിന്നുമാണ് പ്രതിയെ പോലീസ് വീണ്ടും പിടികൂടിയത്. ഇതിന് പിന്നാലെ പ്രതിക്ക് ജാമ്യം നിഷേധിക്കുകയും ജയിലിൽ കഴിയവേ വിചാരണ നടപടികൾ പൂർത്തിയാക്കുകയുമായിരുന്നു. കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് വിധി പറഞ്ഞത്. പ്രതിക്ക് 31 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കൊല്ലം. മോറൽ സയൻസിനെ കുറിച്ച് എന്തിനാണ് കുട്ടികളെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്? ജീവിത മൂല്യങ്ങളും പരസ്പര സ്നേഹവും കരുണയും കരുതലുമൊക്കെ മനസ്സിലാക്കി കൊടുക്കാനാണല്ലേ? എന്നാൽ മോറൽ സയൻസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറച്ചതിനെ ഭീഷണിപ്പെടുത്തുകയും വഴക്ക് പറയുകയും ചെയ്യുന്നത് എന്ത് സന്മാർഗ പാഠമാണ്? മലപ്പുറം പെരിന്തൽമണ്ണയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസ് അധ്യാപകരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ജീവനൊടുക്കിയത്. മോറൽ സയൻസിൽ മാർക്ക് കുറവായതിനാൽ ഫീസ് നൽകാൻ കഴിയില്ലെന്ന് അധ്യാപകർ വാശി പിടിച്ചു. ഇതിൻ്റെ മനോവിഷമത്തിലാണ് തേജസ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. പെരിന്തൽമണ്ണ പൂങ്ങോട്ട് വീട്ടിൽ ഹരീഷിന്റെയും ജിഷയുടെയും മകൻ തേജസിനെ ഈ മാസം 1-ാം തീയതിയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തേജസ് ആത്മഹത്യ ചെയ്തത് സ്കൂളിൽ നിന്നുള്ള മാനസിക പീഡനം കാരണമാണെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. സ്കൂൾ അധികൃതർ നടത്തിയ മോറൽ സയൻസ് പരീക്ഷയിൽ ആദ്യം തേജസ് പരാജയപ്പെട്ടിരുന്നു. ഈ പരീക്ഷ വിജയിച്ചാലേ ടീച്ചർ നൽകാനാകുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നുവെന്ന് രക്ഷിതാക്കൾ വ്യക്തമാക്കുന്നു. മോറൽ സയൻസിൽ മാർക്ക് കുറവായതിനാൽ പരീക്ഷ എഴുതിയാലേ ടീച്ചർ നൽകുമെന്ന് അധ്യാപകർ വാശി പിടിച്ചു. ഇതോടെയാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. TCയിൽ ഇങ്ങനെ റെഡ് മാർക്ക് ഇടും, നല്ലൊരു സ്കൂളിലും പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതിന് ഭയങ്കരമായിട്ട് ടെൻഷനും പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം ടീച്ചർമാരുടെ ഈ ഭീഷണിയും ഈ പ്രിൻസിപ്പളുടെയും ഈ ജിഷ മിസ്സും പിന്നെ വേറൊരു മിസ്സും കൂടി ഉണ്ട്, എൻ്റെ പേര് എനിക്ക് കറക്റ്റ് ജിജിയോ അങ്ങനെ എന്താണ് തോന്നുന്നുണ്ട്, അവരുടെയൊക്കെ ഒരു ഭീഷണി മൂലമാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ ബലമായി സംശയിക്കുന്നത്. വേറെ വീട്ടിലോ വേറൊരു പ്രശ്നങ്ങളോ ഇല്ലാത്ത കുട്ടിയാണ്. വീട്ടിൽ അങ്ങനെ ഒരു വാശിയോ കുറുമ്പൊന്നും കാട്ടിയിട്ടില്ല, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ടീച്ചറുടെ പ്രിൻസിപ്പാളുടെയും ഈ നടപടി കാരണം തന്നെയാണ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത്. അല്ലാതൊരു കാരണം കുട്ടിക്ക് ഇതുവരെ
ഞങ്ങളുടെ ഭാഗത്തുനിന്നോ വേറെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അധ്യാപകർ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചതിനാലാണ് TC ആവശ്യപ്പെട്ടതെന്നും അവർ പറഞ്ഞു. റിസൾട്ട് വന്നിട്ട് അവനോട് തോൽപ്പിക്കും അവനെ എന്ന് പറഞ്ഞു. പരീക്ഷ എഴുതി ജയിച്ചിട്ടില്ലെങ്കിൽ അവനെ തോൽപ്പിക്കും, വേറെ സ്കൂളിലൊന്നും കൊണ്ടുപോയി ചേർക്കില്ല, അവൻ്റെ റെഡ് മാർക്ക് ഇടും, എന്താ പറയുക, പ്രോഗ്രസ് കാർഡിലൊക്കെ റെഡ് മാർക്ക് ഇട്ടിട്ട് ഈ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര പേടിയായി. അവൻ എങ്ങോട്ടും പോവുകയൊന്നും ചെയ്യാണ്ട് ദിവസം ഇരുന്ന് പഠിക്കന്നെ പരീക്ഷ ടൈം ടേബിൾ വന്നപ്പോൾ രാത്രി 10-11 മണി വരെ ഇരിക്കുക, രാവിലെ നേരത്തെ നീച്ചിട്ടൊക്കെ പഠിക്കുക, എല്ലാവരും പാസ്സാവാൻ വേണ്ടിയിട്ട് എന്നാലും അവർ TC തരുള്ളൂ പറഞ്ഞു. അതിൽ റിസൾട്ട് വന്നപ്പോൾ എല്ലാത്തിലും പാസ്സായിരുന്നു. സ്കൂളിൽ നടത്തുന്ന ഒരു വിഷയമുണ്ട്, അവർ ഈ ബൈബിളിൻ്റെ എന്തൊക്കെ പഠനമായിട്ട് MSc പറഞ്ഞൊരു സബ്ജക്റ്റ്, അതിൽ മാർക്കില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ TC കൊണ്ടുവരാൻ വേണ്ടി വേറെ സ്കൂളൊക്കെ നോക്കി വെച്ച് ഓന് ബോയ്സ് സ്കൂളിലേക്ക് പോയാൽ മതി, അവിടെ ഏട്ടൻ്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്, അപ്പോൾ അവൻ്റെ കൂടെ പോവാ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി പറഞ്ഞു. അപ്പോൾ ഞാനും മോളും കൂടി TCക്ക് ചെന്നു. അപ്പോൾ സിസ്റ്ററോട് പറഞ്ഞു TC വാങ്ങാനാണ് വരുന്നത് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഈ വിഷയം എഴുതണ്ടല്ലോ പറഞ്ഞപ്പോൾ അത് എഴുതാതെ അവർ TC തരില്ല പറഞ്ഞു. സംഭവത്തിൽ പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് തേജസിന്റെ കുടുംബം. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 മലപ്പുറം. 8 വർഷത്തോളം ആരും അറിയാതെ കുഴിച്ചുമൂടിയ രഹസ്യം. ഇടുക്കി നെടുങ്കണ്ടത്തെ മാത്യുവിൻ്റെ തിരോധാനത്തിൽ സത്യം പുറത്തുവരുമോ? മാത്യുവിനെ കൊലപ്പെടുത്തിയത് സ്വന്തം മകൻ സജി തന്നെയാണോ? അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായതോടെയാണ് പിതാവിൻ്റെ തിരോധാനത്തിലും സംശയമുയർന്നത്. ഇതോടെ പച്ചടിയിലെ പുരയിടത്തിൽ കുഴിയെടുത്ത് പരിശോധിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും പോലീസിന് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സജിക്ക് പിതാവ് മാത്യുവിന്റെ തിരോധാനത്തിലും പങ്കുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. ഇയാളെ അപായപ്പെടുത്തി അമ്മയെയും സഹോദരനെയും കുഴിച്ചുമൂടിയതുപോലെ മറവ് ചെയ്തു എന്ന് കണ്ടെത്താൻ ഇവരുടെ കൃഷിയിടത്തിൽ പരിശോധന നടത്തും. ഇതിനായി പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. മാർച്ച് 3 സജിയുടെ പിതാവായ മാത്യുവിനെ വീട്ടിൽ നിന്നും കാണാതായത്. പാസ്റ്ററായ ഇദ്ദേഹം മകളുടെ ചികിത്സാ ആവശ്യത്തിനായി കട്ടപ്പന വെള്ളയാംകുടിക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. എന്നാൽ പിന്നീട് തിരികെ എത്തിയില്ല. ഇതേ തുടർന്ന് 2018 മാർച്ച് 9 മൂത്ത മകൻ റജി പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണം ആരംഭിച്ചെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിക്കാതെ വന്നതോടെ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. സജി അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മാത്യുവിന്റെ തിരോധാനത്തിലും സംശയമുയരുന്നത്. അതേസമയം പിതാവിനെ കാണാതായതിൽ തന്റെ പങ്ക് സംബന്ധിച്ച സജിയിൽ നിന്ന് ഇതുവരെയും പോലീസിന് വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. ന്യൂസ് 18 ഇടുക്കി. പെൺമക്കളെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിപ്പിച്ച് ബാധ്യത ഒഴിവാക്കാൻ നോക്കുന്ന ചില വെറുക്കപ്പെട്ട ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. പിന്നീട് പഠനം മുടങ്ങുന്ന സാഹചര്യം, വീട്ടിലെ ജോലിഭാരം, ഭർത്തൃ വീട്ടിൽ അനുഭവിക്കുന്ന ക്രൂരതകൾ, അങ്ങനെ ജീവിതം പിച്ചു ചീന്തപ്പെട്ട കുറേ പെൺകുട്ടികളുടെ കഥകൾ വേദനയോടെയാണ് കേട്ടിട്ടുള്ളത്. കാസർഗോഡ് പടന്നയിലെ 16-കാരിയെ ഇങ്ങനെയാണ് വിവാഹം കഴിപ്പിച്ചത്. സംഭവം വിവാദവും കേസുമായതോടെ ശൈശവ വിവാഹത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായിരിക്കുന്നു. പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന പരാതി പരിഗണിക്കാൻ ബാലാവകാശ കമ്മീഷൻ DGPക്ക് നിർദ്ദേശം നൽകി. കേസിൽ വരനുൾപ്പെടെ 3 പ്രതികളും ഒളിവിലാണ്.
ഇങ്ങനെ നിക്കാഹത്തെ പണിക്ക് ഇന്ന ദിവസങ്ങളുടെ ടൈമിന് നിക്കാഹിനെന്ന് അറിയിക്കും. നമ്മൾ പോകും, നിക്കാഹ് ചെയ്യും, അവരൊപ്പിടാന്ന് വീട്ടിൽ പോരും. നമ്മൾ വേറൊന്നും നമ്മൾ അറിയാറില്ല. നമ്മളത് അറിയുന്ന ആവശ്യം, കാരണം ഇവരെല്ലാം അവരുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് എത്തുന്നത്. പെണ്ണിൻ്റെ പെരക്കാരും ഇപ്പോഴും എടുക്കാറില്ല, ചെക്കൻ്റെ പെരക്കാർ എനിക്ക് തരും. ഇപ്പോഴും ഈ സമയം വരെ എനിക്ക് അതേ പരിചയമില്ല. പള്ളി കമ്മിറ്റി ഔദ്യോഗികമായിട്ട് സെക്രട്ടറി ആണല്ലോ നമ്മൾ അറിയിക്കല്, സാധാരണ അറിയിക്കലും ചെയ്യണം. എല്ലാ ജമാഅത്തിലും എല്ലാ മെമ്പർമാരും പറയുന്നത്. പടന്ന ഇടച്ചാക്കയിലെ ശൈശവ വിവാഹ കേസിലാണ് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ശൈശവ വിവാഹത്തിന് ഇരയായ പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന പരാതി പരിഗണിക്കണമെന്ന് DGPയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടി നിലവിൽ ശൈശവ വിവാഹം നടത്താൻ കൂട്ടുനിന്ന രക്ഷിതാക്കൾക്കൊപ്പമാണ്. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗ് ആണ് DGPക്ക് പരാതി നൽകിയത്. എത്രയും പെട്ടെന്ന് പെൺകുട്ടിയെ സർക്കാരിന്റെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലാണ് തുടർ നടപടികൾക്കായി സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ചത്. ബാലവിവാഹം നടത്തിക്കൊടുത്ത ആളുകളുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ കുട്ടി താമസിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നിയമപരമായി ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. സർക്കാരിന്റെ സംരക്ഷണയിൽ കുട്ടിയെ മാറ്റുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർക്കോ അതോ ജില്ലാ ഭരണകൂടമോ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കുട്ടിയുടെ സ്വതന്ത്രമായ മൊഴി ഈ കേസിൽ വളരെ പരമപ്രധാനമായിട്ട് ഉള്ളതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കൃത്യമായി പോകുന്നില്ല. ഒരു പ്രിലിമിനറി കുട്ടിയുടെ ഒരു മൊഴി രേഖപ്പെടുത്തി 4 ആളുകൾ ഈ കേസിന്റെ അകത്ത് ഉൾപ്പെടുത്തി എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അത്തരം കാര്യങ്ങളല്ല ചെയ്യാനുള്ളത്. ഇനിയും 10ഓളം പ്രതികൾ തന്നെ ഈ കേസിൽ വരാനുണ്ട്. ആ വരാനുള്ള പ്രതികളുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ കുട്ടി താമസിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നിയമപരമായി പരിശോധിക്കുവാൻ പോലീസോ നിയമപരമായി പരിശോധിക്കുവാൻ ജില്ലാ ഭരണകൂടമോ ശ്രമിക്കാത്തത് കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. നേരത്തെ ശൈശവ വിവാഹം സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ബാലവിവാഹ നിരോധന ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിച്ച് കോടതി നിർദ്ദേശപ്രകാരം പെൺകുട്ടിയുടെ ഭർത്താവ്, കുട്ടിയുടെ പിതാവ്, അഴീക്കൽ ജുമാ മസ്ജിദ് സെക്രട്ടറി PK താജുദ്ദീൻ, വിവാഹം ചെയ്തു നൽകിയ ഖത്തീബ് റഹ്മത്തുള്ള എന്നിവർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തിരുന്നു. ഖത്തീബിൽ നിന്നും മൊഴിയെടുക്കുകയും ചെയ്തു. വിവാഹ നിശ്ചയം മാത്രമാണ് നടന്നതെന്ന പ്രചരണത്തെ തള്ളി മതപരമായ വിവാഹം തന്നെയാണ് നടന്നതെന്ന മൊഴിയാണ് അദ്ദേഹം നൽകിയത്. കേസിൽ വരൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഇങ്ങനെ നിക്കാഹത്തെ പണിക്ക് ഇന്ന ദിവസങ്ങളുടെ ടൈമിന് നിക്കാഹിനെന്ന് അറിയിക്കും. നമ്മൾ പോകും, നിക്കാഹ് ചെയ്യും, അവരൊപ്പിടാന്ന് വീട്ടിൽ പോരും. നമ്മൾ വേറൊന്നും നമ്മൾ അറിയാറില്ല. നമ്മളത് അറിയുന്ന ആവശ്യം, കാരണം ഇവരെല്ലാം അവരുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് എത്തുന്നത്. പെണ്ണിൻ്റെ പെരക്കാരും ഇപ്പോഴും എടുക്കാറില്ല, ചെക്കൻ്റെ പെരക്കാർ എനിക്ക് തരും. ഇപ്പോഴും ഈ സമയം വരെ എനിക്ക് അതേ പരിചയമില്ല. പള്ളി കമ്മിറ്റി ഔദ്യോഗികമായിട്ട് സെക്രട്ടറി ആണല്ലോ നമ്മൾ അറിയിക്കല്, സാധാരണ അറിയിക്കലും ചെയ്യണം. എല്ലാ ജമാഅത്തിലും എല്ലാ മെമ്പർമാരും പറയുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. മനസ്സിൽ പകയും വിദ്വേഷവും കൊണ്ടു നടക്കുന്നത് അപകടകരമാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഏതു സമയവും അക്രമകാരികളാകാം. മലപ്പുറം തിരൂരിലെ യാക്കൂബിന് നേരെ ആക്രമണമുണ്ടായത് മുൻ വൈരാഗ്യത്തെ തുടർന്നാണ്. വാക്ക് തർക്കത്തിനിടെ കുത്തേറ്റ യാക്കൂബിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്താണ് ആക്രമണത്തിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. തിരൂർ പഴംകുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് യുവാവിനെ 2 പേർ ചേർന്ന് കുത്തി പരിക്കേൽപ്പിച്ചത്. പഴംകുളങ്ങര സ്വദേശി കുന്നത്തുപറമ്പിൽ യാക്കൂബിനാണ് കുത്തേറ്റത്. തോളിലും കഴുത്തിലും കുത്തേറ്റ യാക്കൂബിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴംകുളങ്ങര വർക്ക്ഷോപ്പിന് സമീപമാണ് ആക്രമണം അരങ്ങേറിയത്. വ്യക്തിവൈരാഗ്യം മൂലമുണ്ടായ വാക്കുതർക്കം മർദ്ദനത്തിൽ കലാശിക്കുകയും പിന്നീട് കത്തിക്കുത്തിൽ എത്തുകയുമായിരുന്നു. ഞാൻ രാവിലെ വണ്ടി വർക്ക്ഷോപ്പിൽ നിർത്തിയതായിരുന്നു. ആ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഞാൻ മരുവിന് ശേഷം വണ്ടി എടുക്കാൻ വേണ്ടി പോയി വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ 3-4 ആൾ വന്നുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു.
അതിലൊരുത്തം വന്നങ്ങാണ്ട് എന്നോട് പറഞ്ഞ് അവൻ്റെ ജാഷൻക്ക് എന്താ ആക്സിഡൻ്റ് ആയിക്കണ, അവൻ മരിച്ചില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിരിക്കണമെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാണ്ട് അവൻ എന്നേറ്റ് പ്രകോപിതനാവുമല്ലോ. ഞാൻ അവനോട് പറഞ്ഞ് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ആരോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ചെയ്ത് അതിൽ എൻ്റെ ഉമ്മാനിപ്പാനെ വിളിച്ച് അത് വിളിച്ചിട്ട് ഞാൻ ദേഷ്യപ്പെട്ട് കണ്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെല്ലാവരും കൂടെ വളഞ്ഞിട്ട് എന്നെ ആക്രമിച്ച്. അതിൽ ഇവന് എന്നെ എന്തായിട്ടാ കുത്തിയിരിക്കണം, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ വീണതിന് ശേഷം കൈ തൊട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ കൈയിൻ്റെ ഇവിടെ നിന്ന് ചോര വരണത് കണ്ടത്. അതിലെനിക്ക് മനസ്സിലായത് പിന്നെ എന്തായിട്ടാ കുത്തിയിരിക്കണമെന്നുള്ളത്. 7 കുത്തിന്നെ കുത്തിയിരിക്കണമെന്ന് പറഞ്ഞത്. കത്രിക കൊണ്ടാണ് കുത്തി പരിക്കേൽപ്പിച്ചതെന്ന് യാക്കൂബിന്റെ പരാതിയിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് 18 തിരൂർ. പത്തനംതിട്ട അടൂരിലും സമീപ പ്രദേശങ്ങളിലും നാട്ടുകാർ വലിയ ഭീതിയിലാണ്. കവർച്ചാ സംഘം കാരണം രാത്രിയിൽ സ്വൈര്യമായി ഉറങ്ങാൻ കഴിയുന്നില്ല. കഴിഞ്ഞ രാത്രി ആനന്ദപ്പള്ളിയിൽ കവർച്ചാ സംഘത്തിൻ്റെ അഴിഞ്ഞാട്ടം കണ്ടു. സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ കാണിക്കവഞ്ചി മോഷണം പോയി. ബുധനാഴ്ച രാത്രി 12 മണിക്കാണ് മോഷ്ടാവ് കാണിക്കവഞ്ചി കുത്തി തുറന്ന് പണം മോഷ്ടിച്ചത്. പണം അപഹരിക്കുന്ന ദൃശ്യങ്ങൾ പള്ളിയിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സമീപത്തെ വീടുകളിൽ മോഷണശ്രമം ഉണ്ടായതായും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച അർദ്ധരാത്രിയിലാണ് ആനന്ദപ്പള്ളി സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് വലിയ പള്ളി കുരിശടിയിലെ കാണിക്കവഞ്ചി മോഷണം പോയത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പള്ളിയിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആനന്ദപ്പള്ളി, പോത്രാട് തുടങ്ങിയ സ്ഥലങ്ങളിലും ഇതേ രാത്രിയിൽ മോഷണശ്രമങ്ങൾ നടന്നിരുന്നു. ആരാധനാലയങ്ങളിൽ മോഷണം നടത്തുന്നവരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. മുൻപും സമാനമായ രീതിയിൽ പള്ളികളിലും ക്ഷേത്രങ്ങളിലും മോഷണം നടന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മോഷണം വർദ്ധിക്കുന്നതിൽ പ്രദേശത്തെ വിശ്വാസികൾ ആശങ്കയിലാണ്. രാത്രികാലങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പത്തനംതിട്ട. മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പേട്രിയറ്റ് റിലീസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ വ്യാജ പതിപ്പ് ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട്. ഒട്ടേറെ ആളുകളാണ് സിനിമയുടെ വ്യാജ പതിപ്പ് കണ്ടത്. ഇതോടെ നിർമ്മാതാവ് ആൻഡോ ജോസഫ് പോലീസിൽ പരാതി നൽകി. അനധികൃതമായി റെക്കോർഡ് ചെയ്ത സിനിമ 2 മുതൽ 5 വരെയുള്ള തീയതികളിൽ ഓൺലൈൻ വഴി പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സിനിമ റെക്കോർഡ് ചെയ്ത തിയേറ്ററുകൾ കണ്ടെത്താനും ലിങ്കുകൾ അപ്ലോഡ് ചെയ്ത ഉറവിടങ്ങൾ തിരിച്ചറിയാനുമായി സൈബർ സെൽ അന്വേഷണം ഊർജിതമാക്കി. ചിത്രം റിലീസ് ചെയ്ത് തൊട്ടടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ
സമൂഹ മാധ്യമങ്ങളിലും പൈറസി വെബ്സൈറ്റുകളിലും സിനിമയുടെ വ്യാജ പതിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടതായി പരാതിയിൽ പറയുന്നു. മെയ് 2 മുതൽ 5 വരെയുള്ള തീയതികളിൽ വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമ അനധികൃതമായി പ്രചരിപ്പിച്ചതായുള്ള തെളിവുകളും പരാതിക്കൊപ്പമുണ്ട്. സിനിമയുടെ പകർപ്പവകാശം ലംഘിച്ച് വ്യാജ ലിങ്കുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിർമ്മാതാവ് ആൻഡോ ജോസഫ് നൽകിയ പരാതിയിലാണ് കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. മെയ് 1 ആഗോള വ്യാപകമായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത പാട്രിയറ്റിന് വൻ വരവേൽപ്പാണ് പ്രേക്ഷകരിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. എന്നാൽ പിറ്റേന്ന് തന്നെ ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ ഓൺലൈനിൽ സജീവമായി. പരാതിയെ തുടർന്ന് പകർപ്പവകാശ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സിനിമ റെക്കോർഡ് ചെയ്ത തിയേറ്ററുകൾ കണ്ടെത്താനും ലിങ്കുകൾ അപ്ലോഡ് ചെയ്ത ഉറവിടങ്ങൾ തിരിച്ചറിയാനുമായി സൈബർ സെൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സിനിമയുടെ വ്യാജ പതിപ്പുകൾ ടെലഗ്രാം, വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, വിവിധ ടോറന്റ് വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരം ലിങ്കുകൾ ഷെയർ ചെയ്യുന്നതും നിയമവിരുദ്ധമാണെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഏറെക്കാലത്തിനു ശേഷം ഒന്നിച്ചഭിനയിക്കുന്നു എന്നതും ചിത്രത്തിലെ വൻ താരനിരയുമെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 100 കോടിയിലധികം മുതൽ മുടക്കുള്ള സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരും നൽകിയത്. ഇതിനിടയിലാണ് വ്യാജ പതിപ്പുകൾ ഇന്റർനെറ്റിൽ വ്യാപകമായത്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് മുക്കത്ത് അപകടത്തിൽപ്പെട്ട കാർ മോഷ്ടിച്ച സംഭവത്തിൽ പോലീസ് കേസ് അട്ടിമറിക്കുകയാണോ? കേസെടുക്കാൻ പോലീസ് വിസമ്മതിക്കുന്നതിന് പിന്നിൽ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുക്കം CI പരാതിക്കാരനോട് മോശമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവം വിവാദമായിരിക്കുകയാണ്. അപകടമുണ്ടാക്കിയ വാഹനത്തിലെ ആളുകളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് സംശയം. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് പോലീസ് പറയുന്നത്. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ ഓടത്തെരുവിൽ കഴിഞ്ഞ ഏപ്രിൽ 5 സ്വിഫ്റ്റ് ഫോർച്യൂണർ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നു. അപകടത്തിൽ തകർന്ന് റോഡരികിൽ കിടന്നിരുന്ന സ്വിഫ്റ്റ് കാർ കഴിഞ്ഞ ദിവസമാണ് കാണാതായത്. അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ വാഹനത്തിലെ ആളുകളാണ് കാർ കടത്തിക്കൊണ്ടുപോയതെന്നാണ് ആരോപണം. ഇക്കാര്യം വ്യക്തമായിട്ടും പോലീസ് കേസ് എടുത്തില്ലെന്ന് സ്വിഫ്റ്റ് കാർ ഉടമ ഓമശ്ശേരി മാനിപുരം സ്വദേശി അർഷാദ് ആരോപിക്കുന്നു. പ്രതികൾക്കെതിരെ മോഷണക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. പരാതിക്കാരനും CI നിബിൻ ജോയുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്റെ വണ്ടി കട്ടുണ്ട് കട്ടുണ്ടായതാണോ? പോടാ, അല്ലാണ്ട് നീ എവിടെ പരാതി വെച്ചാൽ കൊണ്ടു കൊടുക്കുക, ബാക്കി വേണ്ടി ഞാൻ കാണിച്ചോളാം. എനിക്ക് എന്റെ എടുക്കേണ്ട പണി എനിക്കറിയാം. ഉന്നത രാഷ്ട്രീയ സ്വാധീനത്തെ തുടർന്നാണ് പോലീസ് കേസെടുക്കാൻ മടിക്കുന്നതെന്നാണ് ആരോപണം. പോലീസുകാർ കംപ്ലൈന്റ് എടുക്കാൻ പോയ സമയത്ത് പോലീസുകാർ തിരിച്ചിങ്ങോട്ട് ആക്രമിച്ച വിഷയമാണ്. നമ്മളെ കംപ്ലൈന്റ് സ്വീകരിക്കാൻ മുക്കത്ത് CI മൂപ്പര് പറയുന്നത് നമ്മളെ ഭാഗത്തുള്ള കംപ്ലൈന്റ് സ്വീകരിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? എന്താ കാരണം തോന്നുന്നത്? കാരണം വെച്ചാൽ ഓല് എന്തോ ഒരു ഒത്താശ നടത്തിക്കുന്നതിൽ വേറെ പ്രത്യേകിച്ച് കാര്യം. CI പിന്നെ അടുത്ത കോൺസ്റ്റബിൾ. ഈ പരിക്കുള്ള ആളാന്നുള്ള ഒരു ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് 3-4 വട്ടമായിട്ട് ഓൾറെഡി അവിടെ പോകുന്നതായിരുന്നു. ഒരു പേപ്പറും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തന്നില്ല. അതിന്റെ പുറമെ നമുക്കെതിരെ ആക്രമണം. എന്താ പറഞ്ഞു ലാസ്റ്റ്? നിങ്ങൾക്ക് കണ്ട പോലെ ചെയ്തോളി, നിങ്ങൾ പോകാൻ പറ്റുന്ന കേസ് കൊടുത്തോളി ഉള്ള അഭിപ്രായത്തിലാണ്. സംഭവം വിവാദമായതോടെ കാർ കൊണ്ടുപോയ ആളുകൾ അത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. കേസെടുക്കാത്ത പോലീസ് നടപടി നാട്ടുകാർക്കിടയിലും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് പോലീസ് നിലപാട്.
പൈസ വാങ്ങിക്കാൻ പൈസ വാങ്ങി നോക്ക്. ന്യൂസ് 18 മുക്കം. കൊച്ചി നഗരത്തിൽ ലഹരി സംഘങ്ങൾക്കെതിരെയുള്ള നടപടി ശക്തമാക്കിയിരിക്കുകയാണ് പോലീസും എക്സൈസും. രാത്രിയും പകലും പരിശോധന നടക്കുന്നുണ്ട്. തമ്മനം സ്വദേശി മുഹമ്മദ് ഫയാസ് ലഹരിയുമായി പിടിയിലായത് എക്സൈസിന്റെ രഹസ്യ നീക്കത്തിനിടെയാണ്. ഇയാളിൽ നിന്ന് MDMA-യും ഹാഷിഷ് ഓയിലും കഞ്ചാവും പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ലഹരി പാർട്ടിയിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. തമ്മനം സ്വദേശി മുഹമ്മദ് ഫയാസിനെ എക്സൈസ് വലയിലാക്കിയത് തന്ത്രപരമായ നീക്കത്തിനിടെയാണ്. ഇയാളിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്ന് ശേഖരം കണ്ടെടുത്തു. MDMA-യും ഹാഷിഷ് ഓയിലും കഞ്ചാവും വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് എത്തിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതി കുടുങ്ങിയത്. ഇയാൾക്ക് ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്ന ഉറവിടം കേന്ദ്രീകരിച്ച് എക്സൈസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ ലഹരി വിപണിയിലെ പ്രധാന കണ്ണികളെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. കൊച്ചിയിൽ സമീപകാലത്തായി ലഹരി കേസുകൾ വർദ്ധിച്ചു വരുന്നതോടെ എക്സൈസ് പരിശോധനയും ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നഗരത്തിലെ ആഡംബര ഹോട്ടലിൽ നടന്ന ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് കെവിൻ എന്ന യുവാവിനെ പോലീസ് പിടികൂടിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. വയനാട് മുത്തങ്ങയിൽ വൻ കുഴൽപ്പണവേട്ട. 2 കോടിയിലധികം രൂപയുടെ കുഴൽപ്പണവുമായി 2 പേർ പോലീസിന്റെ പിടിയിലായി. ബത്തേരി മുള്ളൻകുന്ന് സ്വദേശി അർഷാദ്, കൊടുവള്ളി സ്വദേശി ഇസ്മയിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കാറിൽ അനധികൃതമായി നിർമ്മിച്ച പ്രത്യേകം അറകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം. ഇവർ ആർക്കു വേണ്ടിയാണ് പണം എത്തിച്ചതെന്ന് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കാറിൽ കടത്തുകയായിരുന്ന 2 കോടിയിലധികം രൂപയുടെ കുഴൽപ്പണവുമായാണ് 2 പേരെ പോലീസ് പിടികൂടിയത്. ബത്തേരി മുള്ളൻകുന്ന് സ്വദേശി അർഷാദ്, കൊടുവള്ളി മദ്രസ ബസാർ സ്വദേശി PT ഇസ്മായിൽ എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ മുത്തങ്ങ തകരപ്പാടിയിലുള്ള പോലീസ് ചെക്ക് പോസ്റ്റിലായിരുന്നു വാഹന പരിശോധന. കർണാടക ഭാഗത്ത് നിന്നും വന്ന കാറിലാണ് പണം കടത്താൻ ശ്രമിച്ചത്. ഡിക്കിയുടെ ഇരുവശങ്ങളിലും ബ്രേക്ക് ലൈറ്റിനോട് ചേർന്ന് അനധികൃതമായി നിർമ്മിച്ച പ്രത്യേക മറകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം. 2,27,43,000 രൂപയാണ് കണ്ടെടുത്തത്. പിടിച്ചെടുത്ത തുകയും വാഹനവും ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ വിവരങ്ങൾക്കായി പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. ബത്തേരി SHO ശ്രീകാന്ത് S. നായരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ P. ജയപ്രകാശ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനിത്, അനിൽകുമാർ, വിനീഷ പ്രദീപൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കുഴൽപ്പണം പിടിച്ചത്. ന്യൂസ് 18 വയനാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.
വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഉൾപ്പെടെ ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ പ്രധാനികൾ നെയ്യാറ്റിൻകരയിൽ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. 51 ഗ്രാം MDMA-യുമായി പിടിയിലായത് കാസർഗോഡ് വെള്ളരിക്കുന്ന് സ്വദേശി ജിഷ്ണു, മലപ്പുറം നിലമ്പൂർ സ്വദേശി സഹിലൂർ റഹ്മാൻ എന്നിവർ. മൂവാറ്റുപുഴ വാളക്കുളത്തെ മൊബൈൽ ഷോറൂമിൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പള്ളുരുത്തി സ്വദേശി ഷാജഹാൻ എന്ന സുഭാഷിനെയാണ് വാഴക്കുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് അട്ടപ്പാടിയിൽ 20 ലിറ്റർ ചാരായവുമായി ഒരാൾ പിടിയിൽ. അഗളി സ്വദേശി സെൽവകുമാറാണ് എക്സൈസിന്റെ പിടിയിലായത്. ഒരു സ്ത്രീയെ അവരുടെ അനുവാദമില്ലാതെ കെട്ടിപ്പിടിക്കാൻ നോക്കുക, അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും വീണ്ടും അതിന് ശ്രമിക്കുക. ഈ പകൽ KPCC ആസ്ഥാനത്തിന് മുന്നിൽ കണ്ട ഒരു കാഴ്ചയാണ്. പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിലും ഹഗ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ ബിന്ദു കൃഷ്ണ നോ എന്ന് പറഞ്ഞിട്ടും ചെറിയാൻ ഫിലിപ്പ് അവരെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചതിനെയാണ് പലരും വിമർശിക്കുന്നത്. ബിന്ദു കൃഷ്ണ ഒഴിഞ്ഞു മാറിയിട്ടും നിർബന്ധപൂർവ്വം കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് പുറത്തു വന്ന വീഡിയോയിൽ വ്യക്തമാണ്. ചെറിയാൻ ഫിലിപ്പിനെ പോലെ അറിവും വിവരവുമുള്ള ഒരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റമുണ്ടായത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ട്. ഒരു മോശം ഉദ്ദേശത്തോടെ ആയിരിക്കില്ല ചെറിയാൻ ഫിലിപ്പ് ആലിംഗനത്തിന് ശ്രമിച്ചത്. സഹപ്രവർത്തകരോടുള്ള സ്നേഹപ്രകടനമായിരിക്കും. എന്നാൽ ബിന്ദു കൃഷ്ണ അതിൽ അൺകംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ ഒഴിഞ്ഞു മാറുന്നതായിരുന്നില്ലേ നല്ലത്? പൊതുപ്രവർത്തകർക്ക് മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും ഇതൊരു പാഠമാകേണ്ടതാണ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.